എന്തൊക്കെ അവിടെ കാണിച്ചതെന്ന് എല്ലാവരും അറിയണം. കാരണം കാക്കിയിട്ട എന്തും ചെയ്യാന്നുള്ള ഒരു ലൈസൻസ് അല്ല. ജനപ്രിയ നാടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജനപ്രിയ നാടൻ. ആ ഒരു പട്ടം വേറെ ആരും വാങ്ങിക്കാനോ നോക്കണ്ട. അതായത് പൃഥ്വിരാജ് വാങ്ങിക്കാനോ നോക്കണ്ട. ഇങ്ങനെ നടന്നിട്ട് പൃഥ്വിരാജ് ഇങ്ങനെ ദിലീപേട്ടൻ ഇങ്ങനെ അടിയിൽ കൂടെ വേല കാണിച്ചിട്ട് ഈ പെണ്ണുങ്ങളെ സ്വഭാവം കാണിക്കണത് അത് പറ്റൂല. അഭിപ്രായം ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല പടം തന്നെയാണ്. ഇത്രയും നാളും ഉള്ളതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എടാ ആരട്ടാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടല്ലേ. നിന്നെ കവാലടിച്ച് പൊട്ടിക്കാന്നല്ലേ പറയേ. ഈ നിന്റെ അരി ഞാൻ ഇങ്ങനെ അറക്കും എന്റെ കയ്യിൽ. കുഴപ്പമില്ല, കൊള്ളാം, നല്ല കൊള്ളാം. തങ്കമണിക്ക് സംഭവിച്ച അതുപോലൊരു സംഭവം ഇനി ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവാനേ പാടില്ല. അടിപൊളി മൂവിയാണ്. ഒരു റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവി ആയതുകൊണ്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഒന്നും പറയാനില്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ നടന്ന സംഭവമില്ലേ, അപ്പോഴും അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിരുന്നു. അടുത്തത് പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒരു മുഖം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദിലീപിന്റെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ബാലൻസ് വരെ നിനക്ക് രണ്ട് ഞെട്ടുമ്പോൾ ഇല്ലെന്നൊക്കെ എനിക്ക് അറിയാം, പറഞ്ഞാട്ടല്ലേ. അത് ഞാൻ അടുത്ത നിന്റെ ഇറങ്ങും. പിന്നെ നീ അപ്പിടാൻ നിനക്ക് പറ്റൂല, ഉള്ള കാര്യം പറയല്ലേ. സൂപ്പർ പടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതലും നടന്ന കാര്യങ്ങളാണ്, പോലീസിന്റെ കാര്യങ്ങളായാലും നടന്ന കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പറയാൻ വാക്കുകളിൽ. അത്രയ്ക്ക് അടിപൊളി പടം. നമ്മൾ തിരുവനന്തപുരത്തെ പിള്ളേരെ നിനക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞ മനസ്സിലായ. ദിലീപിന്റെ അഭിനയം കൊള്ളാം, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ഉണ്ടായി വാച്ചോൾ പോയി. അലി ഓഫ് മണിക്ക് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. നല്ല സിനിമയായിരുന്നു, ഒരു വെറൈറ്റി പടം തന്നെയാണ്. അഭിനയത്തിനാണ് മികവ് കൂടുതൽ വന്നിരിക്കുന്നത്. നല്ല സിനിമയാണ്. ദിലീപിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കൊള്ളായിരുന്നു, സൂപ്പർ പടമായിരുന്നു. അടിപൊളി, നല്ല കഥയുണ്ട്, അടിപൊളി പടം. സൂപ്പർ, ഒന്നും പറയാല്ല, കൊള്ളായിരുന്നു. പക്ഷെ എന്തോ ഡയറക്ഷൻ വൈസ് ആണെന്ന് തോന്നുന്നു ഒരു ഫ്ലോപ്പ് പടം കണ്ട പോലെ തോന്നി. കാരണം ഒരു നാടകം കണ്ട ഫീലൊക്കെ ആയിരുന്നു. നല്ലൊരു കഥയുണ്ടായിരുന്നു, പക്ഷെ എന്തോ മേക്കിങ്ങിലൊക്കെ നല്ല മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഭയങ്കര ലാഗും ഇന്ന് ഉറക്കം തോന്നിയൊരു ഇതായിപ്പോയി. കൊള്ളാം, അടിപൊളിയാണ്. ദിലീപേട്ടൻ്റെ ഒരു പുതിയൊരു വരവായിരുന്നു, നല്ലൊരു തിരിച്ചുവരവായിരുന്നു. കാരണം ഇതുവരെ കാണാത്തൊരു രീതിയിലുള്ള ലുക്കായിരുന്നു. ണിയിലെ താരം അസീസ് നെടുമങ്ങാട് എൻ്റെ സുഹൃത്ത് മാത്രമല്ല, ഉഗ്രൻ തിരുവനന്തപുരംകാരൻ എന്നുള്ള അഭിമാനം അസീസ് നെടുമങ്ങാടിന്റെ കിടിലം പെർഫോമൻസ്. ഉഗ്രൻ, നല്ല പടം കണ്ടോണ്ടിരിക്കാം. ആ സംഭവ കഥ അറിയാവുന്നവർക്ക് റിലേറ്റഡ് ആവും, അത്രേ ഉള്ളൂ. കഥ എല്ലാം നല്ലതാ, അഭിനയം നല്ല, ദിലീപിന്റെ അഭിനയമൊക്കെ നല്ലതാ. നല്ല പടം, കൊള്ളാം. ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, അതല്ലാതെ കുഴപ്പമില്ല, കൊള്ളാം. ചെറുത്താനേടാ നിന്റെ അടുത്ത് കേൾക്കാനാണ് പറയണത്. പറഞ്ഞേട്ടാ നീ കുറെ നീ അങ്ങോട്ടാ നീ ഉണ്ടാക്കണമല്ലോ. കുറെ വീഡിയോ ഒക്കെ ഇട്ട് കുറെ വൈറലാക്കണം. നീ എൻ്റെ വീഡിയോ കണ്ടിട്ട് നീ ആക്കടാ, നീ ആക്ക്. പരി കാണൂല പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേട്ടാ അതിൻ്റെ വേണ്ടി നിനക്ക് അപ്പിടാൻ സമയം കാണില്ല. പറഞ്ഞേട്ടല്ലേ ദിലീപേട്ടൻ ഞാൻ പണം പോയി കാനഡ ഇറക്കാം. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറയാൻ അവനെ കണ്ട ബാത്റൂമിൽ പോകാൻ തോന്നൂല. അത് അങ്ങനെയാണ്. ഇപ്പം ആറാട്ടണ്ണൻ ലാലേട്ടൻ്റെ ഇതൊക്കെ കണ്ടായിരുന്ന. എടാ നിനക്ക് എന്തോന്ന് അറിയാടാ, നിനക്ക് എന്തോന്ന് കുഴപ്പമാടാ. അലയൻസ് പരാര നിന്നെ നോക്കിയിരിക്കുകയാണ്. എവന് മെൻ്റൽ വല്ലതും ഉണ്ടാ? മെൻ്റൽ വല്ലതും ഉണ്ടാടാ? വരിയില്ലേ നിനക്ക് മൂല? നിന്നെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങളെ ഭയങ്കരമായിട്ടും കരയിപ്പിച്ചിട്ടുള്ള ഒരു പടമാണ് തങ്കമണി എന്ന് പറയുന്നത്. തങ്കമണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനുള്ള ഒരു നേർക്കാഴ്ചയാണ് തങ്കമണി സിനിമ. പക്ഷേ ഇത് സിനിമ തങ്കമണിയിൽ എന്ത് നടന്നു എന്ന് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളൊക്കെ അത്ര വേദനാജനകീയമായിട്ടാണ് തിയേറ്ററിനകത്തിരുന്നത്. പക്ഷേ കുറച്ചുകൂടി സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് രണ്ട് രീതിക്ക് എടുക്കാം. ഒന്ന്, അത്രയ്ക്ക് എന്ത് തങ്കമണിക്ക് നടന്നു അത് അതേപടി എടുത്ത് റിയലിസ്റ്റിക് ആയിട്ടും കാണിക്കാം, ഇല്ലെങ്കിൽ ഒരു സിനിമയുടെ രീതിക്കും കാണിക്കാം. ഇത് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. ഞാനൊരു കമ്മട്ടിപ്പാട റേഞ്ചിലൊക്കെ ഒരു മേക്കിംഗ് പ്രതീക്ഷിച്ചു. കാരണം എങ്കിൽ വീണ്ടും കൂടുതൽ തങ്കമണിയിൽ നടന്നത് ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കിട്ടുന്ന രീതിക്കുള്ള ഒരു സംഭവമൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് അവിടെ. അതിന് രായാവായാലും ശരി, ഇനി ആരായാലും ശരി. ദിലീപേട്ടൻ്റെ വിജയം എന്തെന്നറിയാമോ? ഇപ്പോഴും അയാൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജനങ്ങൾ അയാളുടെ കൂടെ ഉണ്ട്. അതാണ്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ല, ഞാൻ പൊക്കി പറയുന്നതല്ല, എല്ലാവരും ഉണ്ട്. കാരണം നല്ലൊരു മനുഷ്യനാണ്. ഇനി കണ്ട പടം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു ചേട്ടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് അത്ര പോരാ, സെക്കൻഡ് ഹാഫ് തൊട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം നല്ല കരയിപ്പിച്ചു പോകും. പിന്നെ ഒരു ഫാമിലി നല്ല സന്തോഷത്തോടെ പോകുമ്പോഴത്തേക്ക് അതിന് പെട്ടെന്ന് ഒരു പോലീസുകാരൊക്കെ വന്ന് തകർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്ന ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ഒരു നല്ല പടമായിരുന്നു. പിന്നെ പെൺവാണിപ്പം കയറി നരങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ പച്ചയ്ക്ക് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടി 2024 ഇവിടെ എന്താണ് അതൊക്കെ അങ്ങനെ തന്നെ കാണിക്കണം. എന്ത് നടന്നെന്ന് പച്ചയായി കാണിക്കണം. എന്തിനാണെങ്കിൽ വിട്ട് കാണിക്കും, മുറിച്ച് കാണിക്കാതെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അങ്ങനെ കാണിക്കണം. എല്ലാവർക്കും മനസ്സിലാവണം. ചേട്ടാ ഈ റിവ്യൂ കാണുന്ന
എല്ലാ കുടുംബ പ്രേക്ഷകരും ഈ ദിലീപേട്ടൻ്റെ പടം വന്ന് കണ്ട് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കും നല്ല സിനിമയാണ്. പെൺകുട്ടികളുള്ള എല്ലാവരും വന്ന് ഈ പടം കാണണം.